വെൽക്കം ടു ഈഗർ PSC. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൂര്യ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഇംഗ്ലീഷിലെ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ പോർഷൻസാണ്. അപ്പം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ FB പേജായ PSC മാത്സ് വേൾഡിൽ PSC പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ ഇടുമെന്ന്. അത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും FB പേജിൽ ജോയിൻ ചെയ്തിട്ട് അത് കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കളക്റ്റീവ് നൗൺസിനെ കുറിച്ചാണ് പറയുന്നത്. കളക്റ്റീവ് നൗൺസ് ഏകദേശം ഒരു 50-ൽ കൂടുതൽ കളക്റ്റീവ് നൗൺസ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ പാടായിട്ട് തോന്നും, പക്ഷെ നമുക്ക് വായിച്ച് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കൊരു മാർക്ക് വളരെ വേഗം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ഓരോ ഗ്രൂപ്പായിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് കളക്റ്റീവ് നൗൺസ് എന്തെന്നാണ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് നമ്മൾ പൊതുവായിട്ട് ഒരു കൂട്ടത്തെ പറയുന്ന പേരിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആളുകളുടെ കൂട്ടത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിൻ്റെ കൂട്ടത്തെയോ ബേർഡ്സിൻ്റെ കൂട്ടത്തെയോ ഒക്കെ പറയുന്ന ഒരു കോമൺ നെയിമാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഒരു കളക്റ്റീവ് നൗണാണ് ഹേർഡ്. HERD, ഹേർഡ്. അത് ഏതൊക്കെ ആനിമൽസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ പറയുന്ന സ്ഥിരം കേൾക്കുന്ന ഒരു രീതിയാണ് ഹേർഡ് ഓഫ് കാറ്റിൽ, കന്നുകാലികളുടെ കൂട്ടം. ഹേർഡ് ഓഫ് കാറ്റിൽ ഇത് പ്രീവിയസ്ലി PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹേർഡ് ഓഫ് കാറ്റിൽ എന്ന് പറയാം. പിന്നെ ഹേർഡ് ഓഫ് ആസസ് അല്ലേ, കഴുതകളുടെ കൂട്ടത്തിന് ഹേർഡ് പറയാം. പിന്നെ ബഫല്ലോസ്, എരുമകളുടെ കൂട്ടത്തെ പറയാം. ഡിയർ, അത് മാൻകൂട്ടത്തിന് ഹേർഡ് എന്ന് പറയാം. കൗസ് അല്ലേ, പശുക്കളുടെ കൂട്ടത്തിന് പറയാം. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹേർഡ് ഓഫ് എലിഫൻസ്, ആനകളുടെ കൂട്ടത്തിന് ഹേർഡ് എന്ന് പറയാം. പിന്നെ ജിറാഫ്, ഗോട്ട്, അപ്പോൾ അതുപോലുള്ള ആനിമൽസിൻ്റെ കേസിൽ നമ്മൾ ഹേർഡ് പറയും. ഇനി ജിറാഫിന് നമുക്ക് ടവർ ഓഫ് ജിറാഫ് എന്ന് വേണമെങ്കിൽ പറയാം. ജിറാഫിന് നല്ല ഹൈറ്റ് അല്ലേ, ഒരു ടവർ പോലെ ആയിരിക്കുന്നല്ലേ എൻ്റെ കഴുത്ത്, അത് ഓർത്താൽ മതി. ടവർ ഓഫ് ജിറാഫ് എന്ന് നമുക്ക് പറയാം. പിന്നെ കാറ്റിലിന് ഡ്രോവ് ഓഫ് കാറ്റിൽ എന്നും പറയാം. അപ്പം നമ്മൾ ഇതിനകത്ത് മാക്സിമം കിട്ടാവുന്ന വേർഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലുണ്ടാവാം. അപ്പം നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് താഴെ. ഫസ്റ്റ് നമ്മൾ ഹേർഡാണ് പറഞ്ഞത്. ഇപ്പോൾ ഹേർഡ് ഓഫ് കാറ്റിൽ ആസസ് ഉണ്ട്, ബഫല്ലോസ്, ഡിയർ, കൗസ്, എലിഫൻസ്, ജിറാഫ്, ഗോട്ട്. പിന്നെ ടവർ ഓഫ് ജിറാഫ് എന്ന് പറയാം. ഡ്രോവ് ഓഫ് കാറ്റിൽസ് എന്നും പറയാം. അടുത്ത നമുക്ക് PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്. എൻ്റെ ഓപ്ഷനിൽ അതിന് ആപ്റ്റായിട്ടുള്ളത് ഗാർലാൻഡ് ആയിരുന്നു. ഗാർലാൻഡ് ഓഫ് ഫ്ലവേഴ്സ് നമ്മളധികം കേട്ടിട്ടില്ലല്ലേ. നമ്മൾ കേൾക്കുന്നത് ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. പക്ഷെ ഇത് നമുക്ക് PSC ചോദിച്ചാണ് ഗാർലാൻഡ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പം ഫ്ലവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കളക്റ്റീവ് നൗൺസ് ആണ് ഇനി. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ബെഡ് ഓഫ് ഫ്ലവേഴ്സ്, ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ്, പോട്ട് ഓഫ് ഫ്ലവേഴ്സ്, നോസ്ഗേ ഓഫ് ഫ്ലവേഴ്സ്. അത് നമ്മളധികം ഒട്ടും കേട്ടിട്ടില്ലാത്തതാണ്, അതും കൂടെ ഓർത്തിരിക്കുക. നോസ്ഗേ ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഗാർലാൻഡും നോസ്ഗേയും നിങ്ങൾ കേട്ടിട്ടില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫ്ലവേഴ്സിന് യൂസ് ചെയ്യുന്ന കളക്റ്റീവ് നൗണാണ് ഗാർലാൻഡും നോസ്ഗേയും. ബാക്കിയുള്ള ഓർത്തിരിക്കുക. അതുപോലെ ബൊക്കയുടെ സ്പെല്ലിങ് നമ്മൾ പഠിച്ചു വെക്കാം. നമുക്ക് കറക്റ്റ്ലി സ്പെൽറ്റ് അല്ലെ മിസ്സ്പെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം ഇംഗ്ലീഷിന്. അതിൻ്റെ കൂടെ വാക്കിൻ്റെ സ്പെല്ലിംഗ് കൂടെ പഠിച്ചു വെക്കാം. അത് ഫ്ലവേഴ്സിന് ഏതൊക്കെ കളക്റ്റീവാണ് നമുക്ക് ഉപയോഗിക്കാം. ഗാർലാൻഡ്, പിന്നെ ബഞ്ച് അല്ലേ, ബഞ്ച് നമ്മൾ സ്ഥിരം പറയുന്നതാണ്. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ബെഡ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ, പൂക്കളുടെ ഒരു മെത്തേന്ന് നമുക്ക് പറയാം. പിന്നെ ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ്, പൂന്തോട്ടം. പിന്നെ പോട്ട് ഓഫ് ഫ്ലവേഴ്സ്, പൂച്ചട്ടി നമ്മൾ പറയത്തില്ലേ, പോട്ട് ഓഫ് ഫ്ലവേഴ്സ്. ഇത് നമ്മൾ കേൾക്കാത്ത ഒന്നാണ് നോസ്ഗേ ഓഫ് ഫ്ലവേഴ്സ് എന്നും പറയാം. അടുത്ത PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ഓഫ് മങ്കീസ്. ഇത് ഓപ്ഷൻ വെച്ച് ട്രൈബാണ്, ട്രൈബ് ഓഫ് മങ്കീസ്. അതുപോലെ ട്രൈബിൻ്റെ കൂട്ടത്തിൽ പറയുന്നതാണ് നേറ്റീവ്സ്,
അല്ല, ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരെ നേറ്റീവ്സ് എന്ന് പറയും. പിന്നെ സ്പാരോസ്. ഇപ്പം ട്രൈബ് ഏതിനൊക്കെയാണ്? മങ്കീസ്, നേറ്റീവ്സ്, സ്പാരോ, ഇത്തരത്തിന് ട്രൈബ് യൂസ് ചെയ്യും. അല്ല, മങ്കീസിൻ്റെ കൂട്ടത്തിൽ വേറെ ഉപയോഗിക്കുന്ന ഒന്നാണ് ട്രൂപ്പ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രൂപ്പിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയാണ്, TROOP. നമ്മൾ ഇനിയൊരു ട്രൂപ്പും കൂടെ പറയും, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. എ ട്രൂപ്പ് ഓഫ് മങ്കീസ് പറയും, എ ട്രൂപ്പ് ഓഫ് കാങ്കറൂസ്. അപ്പോൾ കങ്കാരു എന്ന് പറയുമ്പോൾ ശരിക്കും കാങ്കറു, അതാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇപ്പോൾ ട്രൂപ്പ് ഓഫ് മങ്കീസ്, എ ട്രൂപ്പ് ഓഫ് കാങ്കറൂസ്. പിന്നെ നമ്മൾ എ ട്രൈബ് ഓഫ് സ്പാരോസ് പറയും. ഈ സ്പാരോസിന് ഹോസ്റ്റ് ഓഫ് സ്പാരോസ് എന്നും കൂടെ പറയും. അപ്പോൾ സ്പാരോസിന് 2 ഉണ്ട്, ഹോസ്റ്റും ഉണ്ട്, ട്രൈബും ഉണ്ട്. മങ്കീസിന് 2 ഉണ്ട്, ട്രൈബും ഉണ്ട്, ട്രൂപ്പും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് കുറേയൊക്കെ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഗീസ് അല്ലേ. ഗൂസിൻ്റെ പ്ലൂറലാണ് ഗീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാഗിൾ ഓഫ് ഗീസ് എന്ന് പറയും, എ സ്കെയിൻ ഓഫ് ഗീസ് എന്നും പറയും. ഈ ഗാഗിൾ ഓഫ് ഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങൾ എന്താണ്, ലാൻഡിലല്ലേ വാട്ടറിലാണെങ്കിലാണ് ഗാഗിൾ ഓഫ് ഗീസ്, ആ കൂട്ടത്തിന് ഗാഗിൾ ഓഫ് ഗീസ് എന്ന് പറയുന്നത്. എന്നാൽ അത് സ്കൈയിലാണെങ്കിൽ ഗീസിൻ്റെ കൂട്ടത്തിന് പറയുന്നത് സ്കെയിൻ ഓഫ് ഗീസ് എന്നാണ്. അതൊന്ന് ശ്രദ്ധിച്ചോണം. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പം ഇവരിങ്ങനെ പറന്നു പോകുവാണ്, അപ്പം ഗീസിൻ്റെ കൂട്ടത്തിന് എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ 2 ഓപ്ഷനിലുണ്ടാവും. സാധാരണ നമ്മൾ ഗാഗിൾ എന്നാണ് പറയുന്നത്. ഈ സ്കെയിൻ എന്ന വാക്കും കൂടെ ഓർത്തിരിക്കുക. ഗാഗിൾ ഓഫ് ഗീസ് എന്ന് പറയുന്നത് അത് ലാൻഡ് അല്ലെ വാട്ടർ സർഫസിലുള്ളപ്പോഴാണ് ഗാഗിൾ പറയുക. ഗീസ് സ്കെയിൻ ഓഫ് ഗീസ് എന്ന് പറയുന്നത് അത് ഫ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് സ്കൈയിലാണെങ്കിലാണ് സ്കെയിൻ പറയുക. പിന്നെ അടുത്തത് എ പ്രൈഡ് ഓഫ് ലയൺസ്. നമ്മൾ സ്ഥിരം പറയുന്നതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. എ പ്രൈഡ് ഓഫ് ലയൺസ്, അത് ഓർത്തിരിക്കുക. അടുത്ത കളക്റ്റീവ് നൗൺ ആണ് പാക്ക്. പാക്ക് ഓഫ് നമ്മൾ സാധാരണ പറയുന്ന കാർഡ്സ് ആണ് അല്ലേ, കാർഡുകളുടെ കൂട്ടത്തിന് പറയുന്നതാണ് പാക്ക് ഓഫ് കാർഡ്സ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറയുന്ന പാക്ക് പറയുന്നതാണ് വൂൾസ് അല്ലേ, ചെന്നായകളുടെ കൂട്ടത്തിന് പാക്ക് എന്നാണ് പറയുന്നത്. ഡോഗ്സ്, നായകളുടെ കൂട്ടത്തിന് പാക്ക് എന്ന് പറയും. പിന്നെ ഹൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടപ്പട്ടികൾ അല്ലെ വേട്ടനായ്ക്കളുടെ കൂട്ടത്തിനെയും പാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ പാക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം? വൂൾസ്, ഡോഗ്, ഹൗണ്ട്സ്, കാർഡ്, ഇത്രയത്തിനും പാക്കാണ് കളക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു കളക്റ്റീവ് നൗണാണ് ഫ്ലോക്കും ഫ്ലൈറ്റും. ഫ്ലോക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്ന് പറയും. ബേർഡ്സിന് 2ഉം പറയും, ഫ്ലോക്കും പറയും, ഫ്ലൈറ്റും പറയും. എന്നാൽ ഫ്ലോക്ക് ഓഫ് ഷീപ്സ് അത് ഓർത്തിരിക്കുക. ഫ്ലോക്ക് ഓഫ് ഷീപ്സ്, ക്യാമൽസ്, ഡക്സ്. ഇപ്പോൾ ഫ്ലോക്ക് ഓഫ് ഷീപ്സ് ഉണ്ട്, ക്യാമൽസ് ഉണ്ട്, ഡക്സ് ഉണ്ട്. പിന്നെ പറയുന്ന ഫ്ലൈറ്റ് പറയുവാണെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ്, അല്ലെ ഡവ് അല്ല, നമ്മൾ ഡോവ് എന്ന് പറയും. പീജിയൻസിന് വേറെ ഡോവ് എന്നാണ് പറയുക. പിന്നെ ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, പിന്നെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ്, ഏണിപ്പടികൾ, ഫ്ലൈറ്റ് ഓഫ് ആരോസ്, നമ്മൾ അമ്പുകൾ. അപ്പോൾ ഇതിനൊക്കെ ഫ്ലൈറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ക്യാമൽസിന് നമ്മൾ സ്ട്രിങ് ഓഫ് ക്യാമൽസ് എന്നും പറയും. പിന്നെ വരിയായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്കും സ്ട്രിങ് ഓഫ് ക്യാമൽസ് അല്ലേ, അങ്ങനെ പറയും. അപ്പോൾ ഫ്ലൈറ്റും ഫ്ലോക്കും ബേർഡ്സ് ജനറലൈസ് ചെയ്ത് ബേർഡ്സിന് യൂസ് ചെയ്യുന്ന ഒരു കളക്റ്റീവ് നൗണാണ് ഫ്ലോക്കും ഫ്ലൈറ്റും. പിന്നെ ഫ്ലോക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഫ്ലോക്ക് ഓഫ് ഷീപ്സ് പറയാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോക്ക് ഓഫ് ക്യാമൽസ് പറയാം, ഫ്ലോക്ക് ഓഫ് ഡക്സ് പറയാം. ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ ഫ്ലൈറ്റ് ഓഫ് പീജിയൻസ്, ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ്, ഫ്ലൈറ്റ് ഓഫ് ആരോസ്, അത് ഓർത്തിരിക്കുക. ഈ ക്യാമൽസിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കളക്റ്റീവ് നൗണാണ് സ്ട്രിങ്, STRING, സ്ട്രിങ് ഓഫ് ക്യാമൽസ് എന്നും പറയാം. അടുത്ത കളക്റ്റീവ് നൗണാണ് പൈൽ, PILE. പൈൽ എന്ന് പറഞ്ഞാൽ കുന്നുകൂട്ടി ഇട്ടേക്കുന്നത്. നമ്മൾ ചോദിക്കുക ഇതെന്ത് ഈ തുണിയെല്ലാം കൂടി ഇങ്ങനെ കുന്നുകൂട്ടി ഇട്ടേക്കുന്നതെന്ന് ചോദിക്കത്തില്ല. അപ്പോൾ പൈലെന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ പൈൽ ഓഫ് ബുക്സ്, പൈൽ ഓഫ് ക്ലോത്ത്സ്, പൈൽ ഓഫ് ബ്രിക്സ്, ഇഷ്ടികകളുടെ കൂട്ടത്തിന് പൈലെന്ന് പറയാം. ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി വായിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടിക്കോളും. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആവുന്ന നേരത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പഠിച്ചു പോയാൽ എളുപ്പം കിട്ടും. ഇപ്പോൾ പൈൽ ഓഫ് ബുക്സ്,
പൈൽ ഓഫ് ക്ലോത്ത്സ്, പൈൽ ഓഫ് ബ്രിക്സ്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന കോളനി ഓഫ് ആൻസ് അല്ലേ, ആൻറ്റിൻ്റെ ഒരു കൂട്ടത്തിന് പറയും കോളനി ഓഫ് ആൻസ് പറയും. അല്ലെങ്കിൽ പിന്നെ പറയുന്നത് എന്താണ്, ആൻ ആർമി ഓഫ് ആൻസ്. അങ്ങനെ ആൻസിന് 2 കളക്റ്റീവ് നൗണാണ്. കോളനി ഓഫ് ആൻസ് ഉണ്ട്, ആൻ ആർമി ഓഫ് ആൻസ് ഉണ്ട്, ആൻ ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ് ഉണ്ട് അല്ലേ, പുഴുക്കളുടെ. അപ്പം ആൻ ആർമി ഓഫ് ആൻസ് ഉണ്ട്, ആൻ ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ് ഉണ്ട്. പിന്നെ കോളനി ഓഫ് ബാറ്റ്സ് ഉണ്ട്, കോളനി ഓഫ് ആൻസ് ഉണ്ട്. ഇനി ബാറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കളക്റ്റീവ് നൗണാണ് ക്ലൗഡ്. അതൊന്ന് ഓർത്തിരിക്കുക. എ കോളനി ഓഫ് ബാറ്റ്സ് ഉണ്ട്, എ ക്ലൗഡ് ഓഫ് ബാറ്റ്സ് ഉണ്ട്. പിന്നെ എ കോളനി ഓഫ് ആൻസ് ഉണ്ട്, ആൻ ആർമി ഓഫ് ആൻസ് ഉണ്ട്, പിന്നെ ആൻ ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ്. പിന്നെ നമ്മൾക്ക് സ്ഥിരം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ് ഫിഷിൻ്റെ നമ്മൾ പറയുന്നത് സ്കൂൾ ഓഫ് ഫിഷ്. ഇവരെല്ലാം കൂടെ സ്കൂളിൽ പോകുമെന്ന് ചിന്തിക്കല്ലേ, അവരുടെ ഫിഷിൻ്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് സ്കൂൾ ഓഫ് ഫിഷ് അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ്, SHOAL, ഷോൾ ഓഫ് ഫിഷ് അല്ലെ ഹൗൾ ഓഫ് ഫിഷ്. അത് 3 ഓർത്തിരിക്കുക. അപ്പോൾ ഫിഷിൻ്റെ കളക്റ്റീവ് നൗൺസ് ഏതൊക്കെയാണ്, ഷോള്, സ്കൂള്, ഹൗള്. ഇനി ഡോൾഫിൻസിൻ്റെയാണ് പോഡ്. അത് ഓർത്തിരിക്കണം, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എ പോഡ് ഓഫ് ഡോൾഫിൻസ്. 2 ഫിഷിനെ റിലേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഒന്നിച്ചിട്ടേക്കുന്നത്. എ ഷോള്, സ്കൂൾ അല്ലെ ഹൗൾ ഓഫ് ഫിഷ്, എ പോഡ് ഓഫ് ഡോൾഫിൻസ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ബേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കളക്റ്റീവ് നൗൺസ് ആണ്. അത് നമുക്ക് സ്ഥിരം ചോദിക്കുന്നത് ഔളാണ് അല്ലെ, മൂങ്ങകളുടെ കൂട്ടത്തിനെ പറയുന്ന പാർലമെൻറ്റ് എന്നാണ്. പാർലമെൻറ്റ് ഔൾസ്, പാർലമെൻറ്റ് ഓഫ് ഔൾസ്. ഇനി നമ്മൾ പറയുന്ന എ ബ്രൂഡ് ഓഫ് ചിക്കൻസ്. ബ്രോയിലർ ചിക്കൻ എന്ന് ഓർത്താൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം, എ ബ്രൂഡ് ഓഫ് ചിക്കൻസ്. പിന്നെ പെൻക്വിൻസ്, എ റൂക്കറി ഓഫ് പെൻക്വിൻസ്. ഈ പെൻക്വിൻസ് ഇങ്ങനെ റൂക്ക് റൂക്ക് എന്ന സൗണ്ട് ഉണ്ടാക്കുന്ന ഓർത്താൽ മതി, റൂക്കറി ഓഫ് പെൻക്വിൻസ്. പിന്നെ മസ്റ്റേർഡ് ഓഫ് പീകോക്സ്, മസ്റ്റേർഡ് ഓഫ് പീകോക്സ്. പിന്നെ എ കമ്പനി ഓഫ് പാരറ്റ്സ്, പാരറ്റ്സിൻ്റെ കൂട്ടത്തിന് പറയുന്ന കമ്പനി, ഒന്നുമായിട്ട് കമ്പനി കൂടിയേ ഇരിക്കത്തുള്ളൂ എന്ന് ഓർത്താൽ മതി, എ കമ്പനി ഓഫ് പാരറ്റ്സ്. ഇതിൻ്റെ കൂടെ തന്നെ കമ്പനി യൂസ് ചെയ്യുന്ന വേറൊരു നൗണാണ് ആക്ടേഴ്സ്. കളക്റ്റീവ് നൗണ് യൂസ് ചെയ്യുന്നതാണ് ആക്ടേഴ്സ്. പിന്നെ അടുത്തത് എ ചാം ഓഫ് ഹമ്മിങ് ബേർഡ്സ്. ഹമ്മിങ് ബേർഡ്സിൻ്റെ ഗ്രൂപ്പിനെ പറയുന്ന ചാം. ഇതൊന്ന് ഓർത്തിരിക്കുക. അതിൽ സ്ഥിരം ചോദിക്കുന്നത് ഔൾസിൻ്റെയാണ്. എ പാർലമെൻറ്റ് ഓഫ് ഔൾസ്, എ ബ്രൂഡ് ഓഫ് ചിക്കൻസ്, എ റൂക്കറി ഓഫ് പെൻക്വിൻസ്, എ മസ്റ്റേർഡ് ഓഫ് പീകോക്സ്, എ കമ്പനി ഓഫ് പാരറ്റ്സ്, അല്ലെങ്കിൽ എ കമ്പനി ഓഫ് ആക്ടേഴ്സ് എന്ന് പറയാം, എ ചാം ഓഫ് ഹമ്മിങ് ബേർഡ്സ്. അടുത്ത കുറച്ച് ആനിമൽസിൻ്റെ കാര്യം പറയാം. എ ലിറ്റർ ഓഫ് കപ്സ്, പപ്പീസ്, കിറ്റൻസ്. ലിറ്റർ, ലിറ്റിൽ, ചെറുത് എന്നുള്ള അർത്ഥത്തിൽ ഓർത്തിരിക്കുക. ഈ കപ്സ് എന്ന് പറഞ്ഞാൽ ലയണിൻ്റെയൊക്കെ യങ് വൺസിനെ പറയുന്ന പേരാണ്. നമ്മൾ ഇനി ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ പറയും നമുക്ക് യങ് വൺസും, അതുപോലെ തന്നെ സിംഗുലർ പ്ലൂറൽ, അതുപോലെ ജെൻഡർ, ഫീമെയിൽ വേർഷനും മെയിൽ വേർഷനും ഓരോന്നിൻ്റെയും സിലബസിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഈ കപ്സ് എന്ന് പറയുന്ന ലയൺസിൻ്റെയൊക്കെ യങ് വൺസിന് പറയുന്ന പേരാ. പപ്പീസ് എന്ന് പറഞ്ഞാൽ ഡോഗിൻ്റെ യങ് വണ്ണിന് പറയുന്ന പേരാ. കിറ്റൻസ് എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ യങ് വണ്ണിന് പറയുന്ന പേരാ. അപ്പോൾ ലിറ്റർ ഓഫ് കപ്സ്, ലിറ്റർ ഓഫ് പപ്പീസ്, ലിറ്റർ ഓഫ് കിറ്റൻസ്. അപ്പം ചെറുത് എന്നുള്ള വിധത്തിൽ ഓർത്തുന്ന ലിറ്റർ ഓഫ് കപ്സ്, പപ്പീസ്, കിറ്റൻസ്. ഇനി ക്യാറ്റ്സ് പറയുമ്പോൾ ക്ലട്ടർ ഓഫ് ക്യാറ്റ്സ്, എ ക്ലട്ടർ ഓഫ് ക്യാറ്റ്സ്, അല്ലെങ്കിൽ ക്ലട്ടർ ഓഫ് സ്പൈഡേഴ്സ്. ചിലന്തികളുടെ കൂട്ടത്തിന് പറയുന്ന ക്ലട്ടർ. ഇങ്ങനെ പിടിക്കാൻ വരുന്ന, ക്ലച്ച് ചെയ്യാൻ വരുന്നെന്ന് ഓർത്തിരുന്നാൽ മതി. സ്പൈഡേഴ്സും ക്യാറ്റ്സും ഒക്കെ ഇങ്ങനെ ക്ലോസ് ഉണ്ടല്ലോ അവർക്ക്, ക്യാറ്റ്സിന് ക്ലോസ് ഉണ്ട്, അവരുടെ നഖങ്ങളുണ്ട്, ഇങ്ങനെ ക്ലച്ച് ചെയ്യാൻ വരുന്ന ഓർത്താൽ മതി, ക്ലട്ടർ ഓഫ് ക്യാറ്റ്സ് കിട്ടും. പിന്നെ ബറി ഓഫ് റാബിറ്റ്സ്. അവർ റാബിറ്റ്സ് താമസിക്കുന്ന സ്ഥലം ഏതാ, ബുറോ എന്ന് പറയും അല്ലേ, മാളങ്ങളിൽ ഇങ്ങനെ ബറി ചെയ്ത് കുഴിച്ചല്ലേ അവ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഓർത്താൽ ബറി ഓഫ് റാബിറ്റ്സ്. പിന്നെ ഡ്രേ ഓഫ് സ്ക്വിറൽസിൻ്റെ കൂട്ടത്തിന് പറയുന്ന ഡ്രേ. പിന്നെ പ്ലേഗ് ഓഫ് ലൊക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ വെട്ടുക്കിളികൾ അല്ലേ, വെട്ടുക്കിളി ആക്രമണമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടത്തോടെ ആ വെട്ടുക്കിളികൾ വരുന്നതാണ് എ പ്ലേഗ് ഓഫ് ലോക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, എ പ്ലേഗ് ഓഫ് ലക്കറ്റ്സ്. അടുത്തത് സ്ഥിരം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. എ സ്വാം ഓഫ് ഫ്ലൈസ്, ബീസ്, റാറ്റ്സ്. അപ്പോൾ റാറ്റ്സ്, ബീസ്, ഫ്ലൈസിനൊക്കെ നമ്മൾ പറയുന്ന ഗ്രൂപ്പ് സ്വാം എന്നാണ്. സ്വാം ഓഫ് ഫ്ലൈസ്, സ്വാം ഓഫ് ബീസ്, സ്വാം ഓഫ് റാറ്റ്സ്. ഇതിൽ ഫ്ലൈസും ബീസിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബഞ്ച് പറഞ്ഞില്ലായിരുന്നു, ഫ്ലവേഴ്സ് പറഞ്ഞപ്പോൾ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പറഞ്ഞു. ഇപ്പോൾ ബഞ്ചിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബഞ്ച് ഓഫ് ഗ്രേപ്സ് അല്ലെ, മുന്തിരിക്കൊലകൾ. ബഞ്ച് ഓഫ് കീസ്, താക്കോൽ കൂട്ടം പറയുന്നതാണ് ബഞ്ച്. അല്ലെ റിങ് ഓഫ് കീസ് എന്നും പറയും, RING റിങ്. നമ്മൾ താക്കോലെല്ലാം കൂടെ ഒരു റിങ്ങിനകത്തല്ലേ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വെക്കുന്നത്, അത് ഓർത്താൽ മതി. റിങ് ഓഫ് കീസ്. പിന്നെ ബഞ്ച് ഓഫ് ബനാനസ് അല്ലേ, ഏത്തക്കുല എന്ന് പറഞ്ഞാൽ മതി. ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബഞ്ച് ഓഫ് ബനാനാസ്, ബഞ്ച് ഓഫ് കീസ്. കീയുടെ കൂടെ നമ്മൾ റിങ്സും യൂസ് ചെയ്യും, റിങ് ഓഫ് കീസ് എന്നും ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്ഥിരം ചോദിക്കുന്നതാണ് ഷിപ്പിൻ്റെത്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് അല്ലെങ്കിൽ എ ഫ്ലീറ്റ് ഓഫ് കാർ എന്നും പറയും. ഷിപ്സാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് നമ്മൾ ഓർക്കുക. എ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. അത് രണ്ടും തിരിഞ്ഞു പോലെ. എ ഫ്ലോക്ക് ഓഫ് ഷീപ്സ്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. പിന്നെ നമുക്കറിയാം ടീം, നമ്മൾ സാധാരണ ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയും. പിന്നെ ഹോഴ്സസിൻ്റെ കൂട്ടത്തിന് ടീം എന്ന് പറയും. ഹോഴ്സസ് ഒന്നിച്ച് പന്തയം നടത്തി എന്നുള്ള ഓർത്താൽ മതി. നമ്മൾ കളിക്കുന്നതും കുതിരപ്പന്തയവും ഓർത്താൽ മതി, രണ്ടും ടീമാണ്. പിന്നെ നമ്മൾ ആൾക്കാരുടെ നമ്മൾ പറയത്തില്ലേ ഗ്യാങ് അടിച്ച് നടക്കുവാണ് അവരെന്ന് പറയത്തില്ല. ഇപ്പോൾ എന്താണ്, പ്രിസണേഴ്സിന് പറയുന്ന ഗ്യാങ്ങാണ് തീവ്സ്. കള്ളന്മാരുടെ കൂട്ടത്തിന് തീവ്സിന് ഗ്യാങ് പറയും. പിന്നെ ലേബറേഴ്സ്, ജോലിക്കാർ, വർക്ക്മെൻ, ഇതെല്ലാം ഗ്യാങ് ചേർത്താൽ പറയും. എ ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ്, എ ഗ്യാങ് ഓഫ് തീവ്സ്, ഗ്യാങ് ഓഫ് ലേബേഴ്സ്, ഗ്യാങ് ഓഫ് വർക്ക്മെൻ എക്സെട്ര. പിന്നെ പീപ്പിൾ, ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ക്രൗഡ് എന്ന് പറയും. ഇവിടെ നല്ല തിരക്കാണ്, നല്ല ക്രൗഡഡ് ആണെന്ന് നമ്മൾ പറയത്തില്ല, ഈ ക്രൗഡ് ഓഫ് പീപ്പിൾ എന്നുള്ളതാണ്. ഇനി അടുത്ത ക്രൂ ഓഫ്, ഇവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. എ ക്രൂ ഓഫ് സെയിലേഴ്സാണ് കേട്ടോ, എ ക്രൂ ഓഫ് സെയിലേഴ്സാണ്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ക്രൂ നമ്മൾ സാധാരണ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പറയുന്ന ക്രൂ, ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയും. ക്രൂ ഓഫ് സെയിലേഴ്സാണ്, ശ്രദ്ധിച്ചോണേ. ഇനി അടുത്തത് ആൻ ആർമി അല്ലെ റെജിമെൻറ്റ് ഓഫ് സോൾജേഴ്സ്. സോൾജേഴ്സ് നമ്മൾ ആർമി അല്ലേ, നമ്മൾ പറയത്തില്ലേ ഇന്ത്യൻ ആർമി എന്നല്ലേ പറയുന്നത്. അപ്പം ആൻ ആർമി ഓർ റെജിമെൻറ്റ്, അവരുടെ ഗ്രൂപ്പിനെ പറയുന്നതാണ് റെജിമെൻറ്റ് ഓഫ് സോൾജേഴ്സ്. അടുത്ത നമ്മൾ പറയുന്നത് എ ബെവി ഓഫ് ലേഡീസ്, ലേഡീസിൻ്റെ ഗ്രൂപ്പിനെ പറയുന്ന ബെവി. ബെവി ഓഫ് ലേഡീസ് അല്ലെ ബ്യൂട്ടീസ്, സുന്ദരികളുടെ ഗ്രൂപ്പിന് ബെവി എന്ന് പറയും, അതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ പാനൽ ഓർ ബെഞ്ച് ഓഫ് ജഡ്ജസ് ഓർ മജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റിൻ്റെ ഇത് നമ്മൾ ബെഞ്ച് എന്ന് പറയും, അത് ഓർത്തിരിക്കണം. ബെഞ്ച് നമ്മൾ പറയത്തില്ല ഡിവിഷൻ ബെഞ്ച്, ഇന്ന കേസ് ഈ ഡിവിഷൻ ബെഞ്ചാണ് ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ബെഞ്ച് ഓഫ് ജഡ്ജസ് അല്ലെ മജിസ്ട്രേറ്റ്സ് അല്ലെ പാനൽ എന്ന് പറയാം. പാനൽ ഓഫ് ജഡ്ജസ് അല്ലെ മജിസ്ട്രേറ്റ്. ഈ പാനൽ ഓഫ് എക്സ്പേർട്സ് എന്നും പറയാം അല്ലെ, എക്സ്പേർട്ടുകളുടെ പാനൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ പാനൽ ഓഫ് എക്സ്പേർട്സ് ഉണ്ട്, പാനൽ ഓഫ് ജഡ്ജസ് ഓർ മജിസ്ട്രേറ്റ് ഉണ്ട്, എ ബെഞ്ച് ഓഫ് ജഡ്ജസ് ഓർ മജിസ്ട്രേറ്റ് ഉണ്ട്. പിന്നെ അടുത്ത് എ ഗിഗിൾ ഓഫ് ഗേൾസ്, നമ്മൾ നേരത്തെ ഗാഗിൾ ഓഫ് ഗീസ് പറഞ്ഞില്ലേ, അതുപോലെ ഇത് ഗിഗിൾ ഓഫ് ഗേൾസ്. ഗേൾസിനും ഇതിനും സ്റ്റാർട്ടിങ് GI ആണ്, അത് ഓർത്ത്. എ ഗിഗിൾ ഓഫ് ഗേൾസ്. പിന്നെ അടുത്ത് എ കൊയർ ഓഫ് സിംഗേഴ്സ് അല്ലേ, നമ്മൾ പാട്ട് പാടുന്ന കൊയർ ടീമിൽ അംഗമായിരുന്നൊക്കെ പറയത്തില്ല. ഇപ്പോൾ കൊയർ ഓഫ് സിംഗേഴ്സ് നമുക്കറിയാവുന്നതാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടർ ബോർഡ് അംഗമാണെന്ന് പറയാറില്ലേ, ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പിന്നെ ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്, അത് ശ്രദ്ധിച്ചോണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മങ്കീസിൻ്റെ കേസ് പറഞ്ഞ നമ്മൾ ട്രൂപ്പ്, കാങ്കറൂസും മങ്കീസും പറഞ്ഞപ്പോൾ ഒരു ട്രൂപ്പ് പറഞ്ഞത് TROOP ആണ്. നമ്മൾ സാധാരണ ട്രൂപ്പല്ലേ, നാടക ട്രൂപ്പിൽ അംഗമെന്നൊക്കെ പറയത്തില്ലേ, ആ ട്രൂപ്പാണ്. ഇതെൻ്റെ സ്പെല്ലിങ് നോക്കുക,
ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്. പിന്നെ നമുക്ക് അടുത്തറിയാം എ ബാൻഡ് അല്ലെങ്കിൽ ഓർക്കസ്ട്ര ഓഫ് മ്യൂസീഷ്യൻസ്. എനിക്കൊരു മ്യൂസിക്കൽ ബാൻഡിൽ ഞാൻ അംഗമാണെന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതാണ് ബാൻഡ് അല്ലെ ഓർക്കസ്ട്ര ഓഫ് മ്യൂസീഷ്യൻസ്. ഇവിടെ പഠിക്കുമ്പോൾ ഓർക്കസ്ട്രയുടെ സ്പെല്ലിംഗ് പഠിക്കുക, ORCHESTRA. അതൊക്കെ നമുക്ക് സ്പെൽ ചെക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള വാക്കാണ്. അടുത്ത ഡെൻ ഓഫ് സ്നേക്സ്. അധികം കേട്ടിട്ടില്ല, എന്നാലും ഓർത്തിരിക്കുക. ഡെൻ ഓഫ് സ്നേക്സ്. ഈ ഡെൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സിംഹത്തിൻ്റെ ഗുഹേനെ പറയുന്ന വാക്കാണ് ഡെൻ എന്ന്. സിംഹത്തിൻ്റെ ഗുഹയിൽ ഒരു പാമ്പുണ്ടായിരുന്നു എന്ന് ഓർത്താൽ മതി. ഡെൻ ഓഫ് സ്നേക്സ്. ഇനി അടുത്ത നമുക്കറിയാം എ ക്ലസ്റ്റർ അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ അല്ലെ ഗാലക്സി ഓഫ് സ്റ്റാർസ്. ഇതിൽ കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോൺസ്റ്റലേഷനാണ്. സ്റ്റാറിൻ്റെ നക്ഷത്ര വ്യൂഹത്തിന് അറിയപ്പെടുന്ന പേര് കോൺസ്റ്റലേഷൻ. പലതരം കോൺസ്റ്റലേഷൻസ് ഉണ്ട്, അപ്പോൾ അത് ഓർത്തിരിക്കുക, അതാണ് ചോദിച്ചിട്ടുള്ളത്. എ ക്ലസ്റ്റർ അല്ലെ കോൺസ്റ്റലേഷൻ അല്ലെ ഗാലക്സി ഓഫ് സ്റ്റാർസ്. ലാസ്റ്റ് സെറ്റിലേക്ക് നമ്മൾ കടക്കുവാണ്. പോലീസിൻ്റെ കൂട്ടത്തിന് പറയുന്ന എ പോസ് അല്ലെ പെട്രോൾ ഓഫ് പോലീസ്. നമ്മൾ പോലീസ് പെട്രോളിങ് കേട്ടിട്ടില്ലേ, രാത്രി കാലങ്ങളിലൊക്കെ പോലീസ് പെട്രോളിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ പോസ് അല്ലെ പെട്രോൾ ഓഫ് പോലീസ്. അവന് പോലീസ് അപ്പോൾ ഭയങ്കര പോസായി, ഭയങ്കര ജാടയായെന്ന് നമ്മൾ പറയത്തില്ലേ, അത് ഓർത്താൽ മതി. പോലീസിന് പോസ് അല്ലെങ്കിൽ പെട്രോൾ. ഇനി അടുത്ത വർഷിപ്പേഴ്സ്, അതായത് നമ്മൾ ആരാധിക്കുന്ന ആൾക്കാർക്ക് അല്ലേ, വർഷിപ്പിംഗ് സ്ഥലങ്ങൾ, നമ്മൾ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വർഷിപ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനെ പറയുന്നതാണ് കോൺഗ്രിഗേഷൻ. അത് ഓർത്തിരിക്കണേ, കോൺഗ്രിഗേഷൻ ഓഫ് വർഷിപ്പേഴ്സ്. പിന്നെ എ ബഡ്ജറ്റ് ഓഫ് ന്യൂസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്. ന്യൂസിൻ്റെ ലെറ്റേഴ്സിൻ്റെ കൂട്ടത്തിന് പറയുന്ന ബഡ്ജറ്റ് എന്നാണ്. ഇനി അടുത്ത ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. പൊടി ഇങ്ങനെ മേഘാവൃതമായിട്ടില്ല, ഇങ്ങനെ കൂടിയിരിക്കുമായിരുന്നതിന് പറയുന്ന ക്ലൗഡ് ഓഫ് ഡസ്റ്റ്. അടുത്ത കളക്ഷൻ ഓഫ് പോയംസ്. അത് നമുക്കറിയാം, പദ്യത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കളക്ഷൻസ് എന്നാണ് പറയാം, കളക്ഷൻ ഓഫ് പോയംസ്. പിന്നെ റേഞ്ച് ഓഫ് മൗണ്ടൻസ്, നമ്മൾ മൗണ്ടൻ റേഞ്ച് കേട്ടിട്ടുണ്ടല്ലേ, അതുപോലെ വേണമെങ്കിൽ ചെയിൻ എന്നും പറയാം. നിര എന്ന് പറയുന്ന വാക്കിൽ നിന്ന് റേഞ്ചും പറയാം, ചെയിൻ ഓഫ് മൗണ്ടൻസ് എന്നും പറയാം. പിന്നെ നമുക്കറിയാം അടുത്ത ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ കമ്പനീസ്. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്, കമ്പനീസ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നും വേണമെങ്കിൽ പറയാം. അടുത്തത് എ ലീപ്പ് അല്ലെ പ്രൗൾ ഓഫ് ലെപ്പേർഡ്സ്. നമ്മൾ നേരത്തെ പ്രൈഡ് ഓഫ് ലയൺസ് പറഞ്ഞപ്പോൾ ലെപ്പേർഡ്സ് എന്താണ്, ചീറ്റപ്പുലി എന്ന് പറയും, ചീറ്റ അതാണ് ലെപ്പേർഡ്സ് അല്ലെ പുലികൾ, അതാണ് ലെപ്പേർഡ്സ്. എ ലീപ്പ് അല്ലെ പ്രൗൾ ഓഫ് ലെപ്പേർഡ്സ് പറയാം. അടുത്ത സെറ്റ് ഓഫ് റൂൾസ്, അത് നമുക്കറിയാം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ടൂൾസ്, അത് സെറ്റ് ചേർത്ത് വരുന്നതാണ് സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ടൂൾസ്. അടുത്തത് നോക്കുക സീബ്രാസ്. സീബ്രാസിൻ്റെ സീലാണ്. അപ്പോൾ സീബ്രയ്ക്ക് ഇസഡ്, സീലിനും ഇസഡ്, അത് ഓർത്തിരിക്കുക. എ സീൽ ഓഫ് സീബ്രാസ്. അടുത്ത എ ബോക്സ് ഓഫ് സിഗാർസ്. സിഗാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരുട്ടാണ് അല്ലേ, ചുരുട്ട്, സിഗരറ്റ് അല്ല, അല്ലാതെയുള്ള ചുരുട്ടെന്ന് പറയും, ഇതാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് ബോക്സ് ഓഫ് സിഗാർസ് എന്നാണ്. അതൊരു ബോക്സിനകത്താണ്, നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അവരെടുക്കുന്ന ഒരു ബോക്സിനകത്ത് നിന്നാണ് ഓപ്പൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓർത്താൽ മതി ബോക്സ് ഓഫ് സിഗാർസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് പറയുന്നത്. ഏകദേശം ഒരു 50 കൂടുതൽ കളക്റ്റീവ് നൗൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക, ക്ലാസ് കണ്ട് തന്നെ എഴുതി പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഇതിനകത്തെ മാത്രം കാര്യങ്ങളല്ല, എക്സ്ട്രാ ആയിട്ടുള്ള 1-2 പോയിൻറ്റ്സും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് മൊത്തം കണ്ടിട്ട് നോട്ട്സ് എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 10 വെച്ച് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏകദേശമായി. ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും നമ്മൾ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്, അത് തന്നെയൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.